വന്ന് വന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റാണ്ടായിട്ടുണ്ടല്ലേ. നമ്മുടെ ചുറ്റും തന്നെ എന്തെല്ലാമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ നടന്ന സംഭവത്തിനെക്കുറിച്ചാട്ടോ ഞാനീ പറഞ്ഞത്. സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമാവില്ല എന്നറിയാമെങ്കിലും ചില സാഹചര്യത്തിൽ നമ്മളങ്ങനെ ചിന്തിച്ചു പോകുമല്ലേ. ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ആ ഒരു പുള്ളി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആ പുള്ളി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് ആ ഒരു വീഡിയോ തന്നെയാണ്. അറിയാതെ മുട്ടുന്നതും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ ഒന്നേ നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ പ്രതികരിക്കണം. ഇത് രണ്ടും ചെയ്യാതെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ആ പുള്ളിക്കാരനെ അപമാനിച്ച് ആർക്കാ പോയേ? ആ പുള്ളിക്കാരനും പോയി, പുള്ളിക്കാരൻ്റെ കുടുംബത്തിനും പോയി. ഇതിപ്പോൾ ഒരു ട്രെൻഡായേക്കുവാന്ന് തോന്നുന്നു. ആദ്യം ഒന്നിറങ്ങി, ഇതിപ്പോൾ രണ്ടാമത്തേതാണ്. ഈ പുള്ളിയാണെങ്കിൽ സങ്കടം കാരണം ആത്മഹത്യയും ചെയ്തു. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾ അപ്പോൾ തന്നെ പ്രതികരിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുക. അതല്ലാതെ വെറുതെ വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇവിടെ രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നു. അതിനൊന്നും റീച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റീച്ച് കൂടുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എന്തായാലും നമുക്ക് നമ്മുടെ ട്രാക്കിലേക്ക് വരാം. ഇപ്പം നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേക്കിൻ്റെ ടിന്ന് വാങ്ങിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 10 ഇഞ്ച് വരുന്ന സ്ക്വയറിൻ്റെ ടിന്നാണ്. അപ്പോൾ ഇത് വരുന്നത് നമ്മൾ ഒരു പൈനാപ്പിൾ കേക്ക് എനിക്ക് കൊടുക്കാനുണ്ടായിരുന്നു. 2 kg ആയിരുന്നു വെയിറ്റ് വരുന്നത്. സോ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് ഓവൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നമ്മളിപ്പം ഗനാഷാണ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ വീഡിയോയിൽ സാച്ചുറേഷൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. സാച്ചുറേഷൻ മാത്രമല്ല, ഇച്ചിരി ലൈറ്റും ഒക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും കാണാൻ ഇത്രയും കളറില്ല. അപ്പം ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ശകലം സാച്ചുറേഷൻ കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം ഗനാഷിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു പാലറ്റ് നൈഫ് ഡിസൈനൂടെ കൊടുത്തിട്ട് ഈ ഒരു വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡിസൈനൂടെ ഉള്ളൂ നമുക്ക് ഈ കേക്കിൽ കൊടുക്കാൻ വേണ്ടി. കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇതിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഗനാഷ് വെച്ചിട്ട്, അതായത് ഡാർക്ക് കോമ്പൗണ്ട് ഗനാഷ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വേവ് പോലെ വരച്ചിങ്ങനെ സൈഡിൽ 2 കോർണറിലായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കോർണറിലല്ല, ശകല സ്പേസ് വിട്ടിട്ട് നമ്മൾ 4 കോർണറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് ചെറിയൊരു നോസിൽ ഡിസൈനൂടെ വരുന്നുണ്ട്. വേറൊരു കളറിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു ഡിസൈനോടെ വരുമ്പോഴത്തേന് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കേക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഈ ഒരു കേക്ക് നമുക്ക് ചർച്ചിലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതായിരുന്നേ. അപ്പം അതിൻ്റെ മാറ്ററും നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചെയ്തേക്കുന്നത് റെഡ് കളറിലാണ് കേട്ടോ. റെഡ് കളറിൽ ക്രീമിലാണ് നമ്മളത് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഔട്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കസ്റ്റമറിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പറയണേ. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ലൈസൻസ് ഒന്നുമില്ല, ഹോം മെയ്ഡ് കേക്ക്സ് എല്ലാം ലൈസൻസ് ഒന്നും ഇല്ലാതെ വെറുതെ ചെയ്യുന്നതാണ്, അവിടെ ആരും നോക്കാനും വരാനൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനിത് തുടങ്ങിയ സമയത്ത് 2020 ലൈസൻസ് എടുത്തതാണ് കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ മുടക്കം വരാതെ ഞാനത് പുതുക്കി എല്ലാ വർഷവും എടുക്കാറുമുണ്ട്. ഈ വർഷവും എടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും വെറുതെ ഒന്നും അറിയാതെ പറയരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.